ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ശാലിനിയെ കാണാൻ വരികയാണ് കേട്ടോ. അങ്ങനെ ശാലിനിയോട് പറയാണ്, നമുക്കൊരു കാലമുണ്ടായിരുന്നു, പൂക്കൾ കൊണ്ട് നിറഞ്ഞ, വസന്തം കൊണ്ട് നിറഞ്ഞ, അത്രയും നല്ലൊരു പ്രണയ നിമിഷങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ പഴയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാലിനി അതൊക്കെ കേട്ട് നോക്കുമ്പോഴും ശാലിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ വിഷ്ണു പറയാണ്, എന്താണോ താൻ എന്നോട് ഒന്നും മിണ്ടാത്തത്, എനിക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ തരുമോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ഒരു ഗ്ലാസ് വെള്ളം ശാലിനി എടുത്തു കൊടുക്കാൻ കേട്ടോ. ഈ സമയം വിഷ്ണു ആ കൈകൾ കൊണ്ട് വാങ്ങുമ്പോൾ തൻ്റെ കൈ പൊള്ളിയിരിക്കുന്നെന്ന സത്യം ശാലിനിക്ക് അറിയില്ലല്ലോ. വിഷ്ണു പെട്ടെന്ന് മറന്ന് ആ ഗ്ലാസ് കൊണ്ട് വാങ്ങുമ്പോൾ പെട്ടെന്ന് കൈയിൽ നിന്നും ഗ്ലാസ് സ്ലിപ്പാവാണ് കേട്ടോ. പക്ഷേ അത് ശാലിനി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശാലിനി ഇത് നോക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ ഇടത്തെ കൈയിലോട്ട് വിഷ്ണു അത് പിടിക്കുന്നത് കാണുമ്പോൾ മൊത്തത്തിലൊരു വശവിശയ്ക്ക് ശാലിനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ കൈകളിൽ തന്നെ ഇങ്ങനെ നോക്കണം. വിഷ്ണു ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ്. എടോ, തനിക്ക് എന്നോട് ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടാവും, എനിക്കറിയാം, ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കൈകൾ ശാലിനി അങ്ങ് പിടിക്കുക കേട്ടോ. അങ്ങനെ ആ കൈയിൻ്റെ ഉള്ളനടി നോക്കുമ്പോൾ ആ കൈ മാംസം ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും സഹിക്കാൻ ശാലിനിക്ക് കഴിയില്ല കേട്ടോ. എന്തിനാണ് വിഷ്ണുവേട്ടാ ഈ കൈകൾ കത്തിച്ച് കളഞ്ഞത്? കത്തിച്ച് കളഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരമാകുമോ എന്ന് പറഞ്ഞിട്ട് ആ കൈക്കുള്ളിൽ ഒരു ചുംബനം നൽകിയിട്ട് തൻ്റെ മുഖത്തോട് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ വിഷ്ണുവേട് സങ്കടപ്പെടേണ്ട, ഇത് ഞാൻ ചെയ്ത തെറ്റിന്, തന്നോട് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഞാനിത് അനുഭവിച്ചത്. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലി പറയണേ, ഞാനൊരു കാര്യം വിഷ്ണുവേട്ടനോട് പറയട്ടെ. ഇന്നലെ എൻ്റെ അമ്മ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇന്നലെ ചില കാര്യങ്ങൾ എൻ്റെ അമ്മ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അത് കേട്ടപ്പോൾ ഞാനല്ലേ ശരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ ശാലിനി ഒരിക്കലും വിഷ്ണുവേട്ടനിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഈ ശാലിനി എല്ലാം മറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനല്ലേ തെറ്റുകാരി എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അപ്പോൾ വിഷ്ണു പറയണേ, എന്തായാലും താൻ വിചാരിക്കുന്നത് പോലെയൊന്നല്ലടോ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് കാർത്തികയെ വിവാഹം കഴിച്ചു എന്നുണ്ടല്ലോ, അത് താൻ വിചാരിക്കുന്നത് പോലെയൊന്നല്ല എന്ന് പറയുമ്പോൾ ശാലിനിയാകെ കണ്ണു തുറക്കാൻ കേട്ടോ. അങ്ങനെ വിഷ്ണു ആ കഥ പറയാനൊരുങ്ങുമ്പോഴാണ് ഇപ്പുറത്ത് ഗോപാലൻ വാതിൽ തുറന്നിരിക്കുന്നത്. ഈ ശാരദ എന്തിനാ അർദ്ധരാത്രി കുടുംബശ്രീയുടെ ഹോട്ടലിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്, ഇവൾക്ക് എന്തിൻ്റെ കേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹോട്ടലിലോട്ട് കയറി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച ശാലിനിയും വിഷ്ണു നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പുറം ജീപ്പ് നിൽക്കുന്നത് കാണാണ്. ഇത് കാണുന്ന ഗോപാലൻ അങ്ങ് ദേഷ്യം പിടിച്ച് അകത്തോട്ട് കയറി ചെന്നിട്ട്, എന്താ തൻ്റെ തള്ള പറഞ്ഞയച്ചതാണോ ഇരുട്ടിൻ്റെ മറവിൽ വരുന്ന ഈ പ്രകൃതം, എന്തിനാണ് ഞാൻ എൻ്റെ മകളുടെ താലി പൊട്ടിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയണ, അച്ഛ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയണ്ടോ. നീ മിണ്ടാതിരിക്കടി, ഇവൻ്റെ നാക്ക് നിന്നെ ആ സത്യഭാമ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുമ്പോൾ ഇവന് നിനക്ക് എതിരെ ഒരു വാക്ക് പോലും ശബ്ദിച്ചില്ലല്ലോ. അങ്ങനെയുള്ള ഇവനെ നീ എന്തിനാടി സപ്പോർട്ട് ചെയ്യുന്നത്, നീ മിണ്ടാതിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടട്ടോ. അപ്പോൾ വീണ്ടും ശാലിനി പറയുന്നുണ്ട്, അച്ഛ മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക, ഇവിടെ ഞാൻ സംസാരിക്കട്ടെ, ഇയാളോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഭാര്യ നിൽക്കേ ഇവൻ വേറൊരു വിവാഹം കഴിച്ചല്ലോ, എന്നാൽ സത്യഭാമ അത് ന്യായീകരിക്കാൻ ഇവൻ എന്തെങ്കിലും നിനക്ക് വേണ്ടി ഇവന് ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടോ? ഇവൻ്റെ ഭാര്യയല്ലേ നീ, അത് അവന് തോന്നിയിട്ടുണ്ടോ? നീ ചെയ്ത് തെറ്റിയെന്ന് പറഞ്ഞ ഇവൻ്റെ മുന്നിൽ നീയാണ് തല കുടിച്ചു കൊടുത്തത്, ഒരിക്കലും ഇവൻ നിന്നെ വിവാഹം കഴിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ഇവള് പൊട്ടിയാണ്, ഇവളെ ആർക്കും കബളിപ്പിക്കാൻ കഴിയും, അതുകൊണ്ട് നീ ഇപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ മകളെ കബളിപ്പിക്കാനാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വിഷ്ണുവിന് ശരിക്കും സങ്കടമാവുകയാണ്. അങ്ങനെ വിഷ്ണു പടിയിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ശാലിനിയെ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വിഷ്ണു തൻ്റെ കൈ വിട്ടിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ശാലിനി രണ്ട് കൈ കൊണ്ടും വിഷ്ണുവിൻ്റെ കൈകൾ മുറുക്കി പിടിക്കുമ്പോൾ വിഷ്ണു അത് തട്ടി മാറ്റി വിഷ്ണു അങ്ങ് പോകുന്നു കേട്ടോ. ഇതേ സമയം ശാലിനി പൊട്ടിക്കരയാണ്. ഗോപാലനാണെങ്കിൽ ഒരു തുറിച്ച് നോട്ടത്തിലൂടെ ഗോപാലനും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് വിഷ്ണു അവിടെ ഗോപാലൻ പറഞ്ഞ വാക്കുകൾക്ക് നല്ല അർത്ഥമുണ്ട്. കാരണം അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു അക്ഷരം ശാലിനിക്ക് വേണ്ടി ശബ്ദിക്കാത്ത നീ എന്തിനിവിടെ വന്നിരിക്കുന്നു, ഇരുട്ടിൻ്റെ മറവിലല്ല ഭാര്യയെ സ്നേഹിക്കേണ്ടത്, നിനക്ക് എന്തെങ്കിലും സമ്മാനിച്ച് പോകാനാണ് എന്നൊക്കെയുള്ള ആ വാക്കുകൾ പറഞ്ഞത് ശരിക്കും സത്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക ഇങ്ങനെ ടൂടെക്സ് ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് വിഷ്ണു കയറി വരുന്നത്. കാർത്തിക നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ ടൂടെക്സ് ഇടും. ആഹാ നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മൂളിപ്പാട്ടൊക്കെ തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ആക്കിയ രൂപത്തിൽ ചോദിക്കുമ്പോൾ കാർത്തിക നന്നായി പേടിക്കുന്നുണ്ട് കേട്ടോ. കാർത്തിക എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ വീണ്ടും വിഷ്ണു ചോദിക്കൊണ്ട്, അല്ല നിൻ്റെ ഹർഷൻ്റെ വിവരമൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഹർഷൻ വിളിക്കലൊക്കെ ഇല്ല? ആ വിളിക്കാറുണ്ട്, എന്നാൽ അവരൊന്ന് വിളിച്ചേ, ഇപ്പോൾ ഒന്ന് എനിക്ക് സംസാരിക്കണം. അത് പിന്നെ വിഷ്ണു കേട്ടോ, അതെന്താ നിൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലേ? എൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ടോ, എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുക? അത് വേണ്ട, എൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഹർഷന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഹർഷന് വിളിക്കുമ്പോൾ കാർത്തിക ഇങ്ങനെ അഭിനയിക്കുകയാണ്, അയ്യോ കിട്ടുന്നില്ല, നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ആ എന്നാൽ പിന്നെ മതി, പിന്നെ വിളിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പറയാൻ കേട്ടോ. ഇതേ സമയം, അല്ല നിൻ്റെ കയ്യിൽ ഹർഷൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് എനിക്ക് കാണാനാണ്. അത് കേട്ടോടെ തന്നെ ശരിക്കും കാർത്തിക പേടിച്ചിരിക്കുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല എന്ന് പറയാൻ കേട്ടാ. എന്നാൽ നിൻ്റെ ഹർഷനെ വിളിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിച്ചോളാം, അവൻ്റെ 3-4 ഫോട്ടോ അയച്ചു തരാം, എന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട്
വിഷ്ണു അങ്ങ് പോകുമ്പോൾ കാർത്തികയുടെ ഉള്ളിൽ പേടി വരേണ്ട ഈശ്വര അയാൾക്ക് എന്നിൽ എന്തോ സംശയം വന്നിട്ടുണ്ട്, തീർച്ചയായും താൻ പേടിക്കേണ്ടതുണ്ട് എന്തെങ്കിലും കാർത്തിക മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഈ ജയശങ്കരെയാണ് കാണിക്കുന്നത്. ജയശങ്കർ ഇങ്ങനെ കടപ്പുറത്ത് നടക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന ഒരാൾ തട്ടാണ്. അങ്ങനെ ജയശങ്കർ എന്താ എന്ന ഭാവത്തിൽ നോക്കുമ്പോൾ ഇത് മനഃപൂർവ്വം തട്ടിയതാണെന്ന് പറയാൻ കേട്ടോ. പിന്നീട് ജയശങ്കർ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും ഒരാൾ വന്ന് തട്ടുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താ എന്നെ എല്ലാവരും തട്ടുന്നതെന്ന് പറയുമ്പോൾ മനഃപൂർവ്വം തട്ടിയതാണോ എന്ന് പറയട്ടെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ജയശങ്കറും ദേഷ്യം പിടിക്കാനിട്ട്. അപ്പോൾ എന്താടോ തനിക്ക് ദേഷ്യം വരുന്നത്, ഇത് കടൽപ്പുറമാണ്, ഇവിടെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ആ അർത്ഥത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ ജയശങ്കറിന് നന്നായി ദേഷ്യം വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ വിക്ടർ എന്താ ഇവിടെ എൻ്റെ ഏരിയയിൽ ഇവിടെ ആർക്കാ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ മനഃപൂർവ്വം എൻ്റെ ദേഹത്ത് വന്ന് തട്ടിയെന്ന് പറയട്ടോ. ഇതേ സമയം ആടോ തട്ടണ്ടോ, ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഈ കടപ്പുറത്ത് വന്നവരെ ആരും തിരിച്ചു പോയിട്ടില്ല, അതുകൊണ്ട് മര്യാദക്ക് നീ സത്യങ്ങൾ തുറന്നു പറ. അത് കേൾക്കുന്ന ജയശങ്കർ എന്ത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞങ്ങളുടെ പാവമായ ഞങ്ങളുടെ മേഡം ഞങ്ങൾക്ക് പച്ച പിടിച്ച് ഞങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന ആ മേഡത്തെ താൻ എന്തിനാണ് ചതിച്ചത്? താൻ ആരുടെ വാക്കുകൾ കേട്ടിട്ടാണ് കാർത്തികയുടെ കെട്ടാവിരിക്കുന്ന ഭർത്താവാണെന്ന് താൻ പറയാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അടിച്ച് പരുവമാക്കുമ്പോൾ പറയണേ ഞാൻ മധുശ്രീയുടെ വാക്കുകൾ കേട്ടിട്ടാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ സീനി കഴിയുമ്പോൾ പിന്നീട് കാർത്തിക 2 എപ്പിസോഡുകൾ കൂടിയിട്ടുള്ള കഥയാണ് കേട്ടത്. 8-ാം തീയതിയും 9-ാം തീയതിയും കൂടെ കഥയാണ് ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയം പിന്നീട് കാർത്തിക ഹർഷൻ്റെ ഫോട്ടോ വിഷ്ണുവിന് സംശയം തോന്നിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ കാർത്തിക ആ ഫോട്ടോ എല്ലാം കത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് പൊന്നി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണാൻ പിള്ള ഒരു സൈഡിലൂടെ ഇങ്ങനെ സംസാരിക്കുന്ന കാർത്തികയുടെ കണ്ണിൽ കാണണം. അപ്പോൾ ഈ കത്തിച്ച് കൊടുത്തിട്ട് അങ്ങ് പെട്ടെന്ന് കാർത്തിക അവിടെ നിന്ന് അങ്ങ് പോയിട്ട് കാർത്തിക ഇങ്ങനെ മനസ്സുകൊണ്ട് പറയണം ഇതോടുകൂടി ഹർഷൻ്റെ ഫോട്ടോ കിട്ടില്ല, അയാളിൽ എന്തോ സംശയം വീണത് കൊണ്ട് തന്നെ ഇനി എനിക്ക് രക്ഷപ്പെടണം, ഒരു പഴുതും ഉണ്ടാക്കരുത്, ഹർഷൻ അവൻ എന്നെ ചതിച്ചവനാണ്, അവനെ കത്തേണ്ടവനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയണേ. അപ്പോൾ പൊന്നു ഓടി വന്ന് ആ തീ അണച്ചിട്ട് അതിൽ നിന്ന് ഈ ഫോട്ടോ ഒരു കോല് കൊണ്ട് തട്ടി മാറ്റാൻ കേട്ടോ. അങ്ങനെ ആ ഫോട്ടോയുടെ 4 ഭാഗമായി കത്തിയിട്ടുണ്ടാവും, ഹർഷൻ്റെ മുഖം കത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഫോട്ടോയുമായി വേഗം പൊന്നി നേരെ വിടുന്നത് ശനിയുടെ വീട്ടിലോട്ടായിരിക്കും കേട്ടോ. അപ്പോൾ സത്യ ആണെങ്കിൽ ഉമ്മറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യ ആരാ മോളെ, നീ നിൻ്റെ അമ്മയെ വിളിക്കോ, അത് നിങ്ങളാരാ, ഒരു ആൻറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും സത്യ ചെന്ന് പറയുന്നു ശാലിനി പുറത്തോട്ട് വരുന്നു. എന്താ പൊന്നി എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെ ഒരു അർജൻറ്റ് കാര്യം പറയാനുണ്ട്, അവിടെ കുറേ കടലാസുകൾ ഇങ്ങനെ കാർത്തിക കത്തിക്കുന്നത് കണ്ടു, അത് കണ്ട് എനിക്ക് സംശയം തോന്നി, അതിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയെന്ന് പറയണ്ട. ഈ ഫോട്ടോ കൊടുക്കുമ്പോൾ ഇത് ആരുടെ ഫോട്ടോ ആയിരിക്കും മോളെ, ഇതെന്തെങ്കിലും തുറപ്പുണ്ടാവാതിരിക്കില്ല, എന്തായാലും പൊന്നി പോയിക്കോ, ആർക്കും സംശയം കൊടുക്കണ്ട, ഞാൻ ബാക്കി ചെയ്തോളാം എന്ന് പറയണട്ടോ. അങ്ങനെ പൊന്നി പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ശാലിനി വേഗം അനുപല്ലവിക്ക് വിളിക്കാൻ, അങ്ങനെ അനുപല്ലവിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ. ഹർഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ ആയിരിക്കും, അതാണ് അവൾ കത്തിക്കാൻ നോക്കിയിരിക്കുന്നത്. എന്തായാലും അവൻ്റെ ഫോട്ടോ ആര് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലാണ് 4 പുറം കത്തിയിട്ടുള്ളത്, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, നീ എന്തായാലും ഈ ഫോട്ടോ വെച്ച് ആളെ കണ്ടുപിടിക്കാൻ നോക്കിയെന്ന് പറയാം കേട്ടോ. പിന്നീട് രാഘവനെയാണ് കാണിക്കുന്നത്. രാഘവനെ വിഷ്ണു ഒഴിച്ചിൽ കിടന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോഴേക്കും സത്യഭാമയും രോഹിത്തും പപ്പിയൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കാർത്തികൻ വരുന്നുണ്ട്. അപ്പോൾ രാഘവനോട് ചോദിക്കുകയാണ് എന്തായി പോയ കാര്യം, എന്താവന് എന്ത് പ്രത്യേകിച്ചെന്ന് പറയുമ്പോൾ മോനെ പറയടാ എന്നിങ്ങനെ സത്യഭാമ പറയണം. അപ്പോൾ വിഷ്ണു പറയണേ അച്ഛനെ ഇനി വടിയില്ലാതെ നടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വൈദ്യര്, കുറച്ച് ഒഴിച്ചിലും കൂടി നടത്തിയാൽ മതി. അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയാം എന്തിനു നടക്കുന്നു, വടിയിനേക്കാൾ നല്ലത് മേലോട്ട് അങ്ങ് എടുത്താൽ മതിയായിരുന്നു, എന്നാൽ ഇതൊന്നും കാണണ്ടേയിരുന്നില്ല, കണ്ടു എല്ലാം മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിള്ളേ എന്നെ ഒന്ന് റൂമിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം വിഷ്ണു അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യമ്മ പറയണേടാ നിൻ്റെ കയ്യിലുള്ള റിങ് ഒന്ന് ഊരിയ, അതെന്തിനാ അമ്മേ, ഊരടാ എന്ന് പറഞ്ഞിട്ട് ആ റിങ് അങ്ങ് ഊരി വാങ്ങാണ് കേട്ടോ. എന്നാൽ ഈ സമയം കാർത്തികയോട് പറയാൻ നിൻ്റെ കയ്യിലുള്ള റിങ് ഒന്ന് ഊരിയ എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ റിങ് ഊരിയാണ് കേട്ടോ. പിന്നീട് പിള്ളയെ വിളിക്കണം, പിള്ളേ ഈ 2 റിങ്ങിൻ്റെ അളവിൽ 2 റിങ് നമുക്ക് ഉണ്ടാക്കുക എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വിഷ്ണു എന്തിനു എന്ന് ചോദിക്കണേ. നീ മിണ്ടാതിരിക്കടാ, നിൻ്റെ കല്യാണത്തിന് അന്ന് റിങ് എക്സ്ചേഞ്ചും കൂടി അങ്ങ് നടത്താലോ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 2 പേർക്കും മോതിരം എടുക്കുന്നതെന്ന് പറയുമ്പോൾ കാർത്തികയുടെ മനസ്സിൽ പറയാൻ വാക്കുകളില്ല. ലഡു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ അത്രയും പുഞ്ചിരി മുഖത്ത് വിടരുന്നു. എന്നാൽ ഈ സമയം വിഷ്ണു അമ്മേ വേണ്ട മതി അമ്മേ, നിൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കുന്നില്ല, നീ മിണ്ടാതിരിക്കുക, ഇനി ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ പ്രതിസന്ധിയിലാവണം കേട്ടോ. പിന്നീടാണെങ്കിലോ പപ്പി ഇങ്ങനെ ചെന്നിട്ട് ക്ഷമയോട് പറയണേ അമ്മേ ആ കാർത്തിക എന്ന് പറയുന്ന അവരുണ്ടല്ലോ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, അവിടെ തൊടാൻ പാടില്ല, ആ കടലാസ് എടുക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെന്നെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് അമ്മയുടെ അടുത്തോട്ട് ഓടി രക്ഷപ്പെടുന്നതാണ്, എനിക്കൊരു വിധത്തിൽ സമാധാനം തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് കാർത്തിക കയറി വരികയാണ്. എടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്, നീ ഇവിടെ ഓരോന്ന് നിനക്ക് പരിശോധിക്കണമല്ലേ, എടി നിന്നെ വളർത്തിയ നിൻ്റെ അമ്മയുടെ ദോഷം കൊണ്ടാടി ഇങ്ങനെയൊക്കെ, നിൻ്റെ അമ്മ നിന്നെ ആ രീതിയിലാടി വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പി എങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ പപ്പി എങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെ ക്ഷാമ തുറിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ തന്നെ കാർത്തിക പറയണേ നീ എന്നെ തുറിച്ച് നോക്കേണ്ടടി, നീ ചെയ്ത തെറ്റിൻ്റെ പ്രവൃത്തി ഫലം കൊണ്ടാണ് നീ ഇന്ന് എന്നേക്കുമായി കിടപ്പിലായത്, അല്ലാതെ കണ്ട് നീ ഒരിക്കലും എണീക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പപ്പിക്ക് ദേഷ്യം പിടിച്ച് എൻ്റെ അമ്മയെ എങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ
കാർത്തിക നിൻ്റെ അമ്മയെ പറഞ്ഞാൽ നീ എന്താടി ചെയ്യുക, എൻ്റെ ചേച്ചിയമ്മ ഉണ്ടല്ലോ, എൻ്റെ ചേച്ചിയമ്മ നിങ്ങൾക്ക് കണക്കിന് തരുമെന്ന് പറയുമ്പോൾ കാർത്തിക അവിടെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 എപ്പിസോഡുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും കാർത്തികയുടെ വിവാഹം അടുത്തു. അപ്പോൾ ഇനി വിഷ്ണു ശരിക്കും ഇനി അമ്മയെ തള്ളിപ്പറയുന്ന ആ നാളുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ.